Hi everybody, this is Shweta. My name is Indra and welcome to our channel. It's time for next scene from movie Thanyavartanam. Let's watch it. വെള്ളം വെച്ചിട്ടുണ്ട്. തിരി കഴിയട്ടെ, കുഴമ്പൊന്ന് പിടിച്ചോട്ടെ. ഇന്ന് തറവാട്ടിൽ പോയി. ബാങ്കിന്റെ വല്ല വിശേഷം ഞാൻ കണ്ടില്ല, സന്ധ്യ ആവണ വരെ വന്നിട്ടില്ല. നാട്ടിലൊക്കെ പാട്ടായി, എന്തൊക്കെ കഥകളാ. മണിക്കുട്ടി സ്കൂളിൽ നിന്ന് കരഞ്ഞോണ്ടാ വന്നേ. കുട്ടിയോടായോ കളിയാക്കത്രേ. വിധി എന്തായാലും അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റുമോ? No. आदत तो ही खराब किया है. പറയാനൊരു കാരണമായി. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയും കുട്ടികളോട് നിൽക്കുന്നതിൽ അയാൾക്ക് ഒരു താല്പര്യമില്ല. അവളുടെ കഷ്ടകാലം. പട്ടിണ്ട ആരാണ്? ഇരിക്കയില്ല, പോവായി. ബാലന് വ്യത്യാസമൊന്നും ഇല്ലാലോ അല്ലേ? ഉണ്ട്, ഇത്തിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. It's because of your behaviors. ദേഷ്യപ്പെടാത്ത ആളാ, എന്നോട് പ്രത്യേകിച്ച്. ഇന്ന് എന്നെ നേരെ വിളിച്ചാണ്. 4 മണിക്ക് മുമ്പ് ആള് പോയി, ആരോടും പറഞ്ഞില്ല. പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിപ്പിക്കണം. ലീവ് എടുക്കുന്നതാ നല്ലത്. വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ. വീട്ടിലെങ്ങനെയാ? വൈഫിന്റെ അടുത്തൊക്കെ കുഴപ്പമൊന്നുമില്ല. എപ്പോഴും ഒരേ ചിന്തയാ. അപ്പൊ കുഴപ്പമാണോ നായരെ? Oh, come on. He is not mad. You guys are mad. Yeah, they are acting like. ബാല വന്ന് കിടക്ക്. നേരെ എന്തായിന്ന് അറിയോ? ഞാൻ വന്നോളാം. മോനെ, ഇന്ന് വെള്ളിയാഴ്ചയാ, ഒറ്റയ്ക്കിരിക്കണ്ട. സുഖമില്ലാത്തോണ്ടല്ലേ അമ്മ പറയണേ. സ്കൂളില് ബാലഗോപാലൻ മാഷ് പ്രാന്തനെ, നാട്ടുകാരുടെ മുമ്പിലും അതെ. എന്റെ പൊന്നു മോനെ, നിനക്കൊരു ദോഷവും വരില്ല. ദേവി നമ്മളെ ചതിക്കില്ല. അമ്മ അത്രയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാരെയും വേണ്ടതിലധികം സ്നേഹിക്കുന്നു എന്നൊരു കുഴപ്പം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ആരെയും നിഷേധിക്കാനും കഴിയുന്നില്ല. ഒറ്റയ്ക്കിരുത്തണ്ട. നീ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് സുഖമില്ല? ഇല്ല, മതി, എനിക്കത് മതി. ഞാൻ പോയി. Oh, now they. മുത്തശ്ശി കഥ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞത്രേ. പാവം മണിക്കുട്ടി, അവള് പേടിച്ചിട്ടുണ്ടാവും. ശ്രീധരൻ മാമയുടെ മുറിയിൽ അച്ഛനെയും കൂട്ടിയത് വരുന്നേ. Oh. എങ്ങോട്ടാ പോയത്? ആഫീസിലേക്കാണോ തോന്നുന്നത്? മാഷെ സൂക്ഷിച്ചോ, അത്ര പന്തിയല്ല ആളുടെ പോക്ക്.
മാഷെ ബാലമാഷെ സുഖമില്ലാത്തപ്പോ മാഷ എന്തിനാ വെറുതെ ഇങ്ങനെ ചുറ്റി ചെയ്യുന്നത്? എനിക്ക് ലീവ് വേണം, ട്രാൻസ്ഫറിന് അപ്ലൈ. നന്നായി, ഒരു 1-2 കൊല്ലത്തേക്ക് ലീവ് എടുത്തു. എന്നിട്ട് നല്ല ആരെങ്കിലും കണ്ട് ചികിത്സിക്കണം. മനസ്സിന്റെ But അസുഖത്തിന് he ഏറ്റവും is വേണ്ടത് not സ്വസ്ഥതയാണ്. mad. ഇപ്പോ നല്ല മരുന്ന് ചികിത്സയുണ്ട്. തൃശ്ശൂര്, വല്ലപ്പുഴ. ഒപ്പിട്ട് തന്നാ മതി, ഞാൻ പിക്കപ്പ് ചെയ്ത് അയച്ചോളാം. ട്രാൻസ്ഫർ എങ്ങോട്ടാ എഴുതേണ്ടത്? ഏത് നഗരത്തിലേക്ക്? അതാ നല്ലത്. അടുത്തൊക്കെ ആവുമ്പോ ആര് പോട്ടെ പക്ഷേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കാം. ആരോടും യാത്ര ചോദിക്കാൻ നിൽക്കണില്ല. പക്ഷേ എല്ലാരോടും പറയണം. നന്ദിയുണ്ട് പക്ഷേ, വളരെ വളരെ നന്ദി. എന്ത് നല്ല മനുഷ്യനാണ് പറഞ്ഞേട്ടാ. ഭ്രാന്ത് വന്നാ ഒക്കെ പോയില്ലേ. എങ്കിലും ബാലമാഷ്ടർ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മാസം 10 രൂപയുടെ കച്ചവടം മുടങ്ങി. അതേടോ മതിയോ? കണ്ടിച്ചോലില്ലാത്ത മനുഷ്യന്മാർ. അതിന് ഞങ്ങളുടെ കാലത്ത് കാരണന്മാരായിട്ട് പ്രഭാഷല്ലേ അത് അനുഭവിക്കട്ടെ. എങ്കിലും ഇങ്ങനുണ്ടോ ഒരു ദൈവബോധം? അല്ലെങ്കിൽ ആ കാലം അടുത്തുകൂടി രാത്രി ഒറ്റയ്ക്ക് ഇപ്പോഴും എനിക്ക് വഴിയൊന്നും കേട്ടോ. Some rumors. ചിലപ്പിന്റെ ഒച്ച താൻ കേട്ടിട്ടുണ്ട്? ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ കേട്ടവരുണ്ട്. അല്ല മാഷെന്താ ഈ നേരത്ത്? എന്റെ നാരായണ, മാഷിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്തോളൂ. നേരം കാലമൊക്കെ തിരക്കാൻ നിൽക്കുന്ന मजाक उड़ा रहा है इसका. എന്റെ പറ്റത്തയാ, അതൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ഇപ്പൊ ചായ ഒന്നും എടുക്കട്ടെ. നിങ്ങൾക്ക് രണ്ടാൾക്കും വരാനുള്ള കഴിച്ച് ബാക്കി എന്നത്തെ പുറത്തേക്കാം. അപ്പൊ മാഷിന് സ്കൂളിൽ വരില്ലേ? മാഷിക്ക് ഇനി വീട്ടിൽ ഇരുന്നാലും പറ്റില്ലല്ലോ അല്ലേ? ये मारेगा. തലയ്ക്ക് ഭ്രാന്താനെ പിടിച്ച് കൂടാം. ഇപ്പൊ ഈ ഊരങ്ങനെ രക്ഷ, ഒരു രക്ഷ അത്രേ ഉള്ളൂ. വഴിപാടുകളൊക്കെ വൈകാണ്ട് നടത്താം. അമ്പലം കൂട്ടി കുരുതിയും ഹോമം കഴിക്കാൻ കുറേ ചെലവാകില്ലേ? ചെലവിന്റെ കാര്യമൊന്നും ആലോചിക്കണ്ട. ചെലവല്ല പ്രധാനം, പാലന. അവനുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, ഇല്ലെങ്കിൽ ഒന്നുമില്ല. അവന് തളം വെക്കണം, അതും രാമകർത്താവിന്റെ തളം തന്നെ വെക്കണം. 101 തളം വെച്ച അവന്റെ അസുഖം പകുതി മാറും. ആ തളം വെച്ച അത് കർമ്മങ്ങൾ നടക്കട്ടെ, എന്നിട്ടാവട്ടെ മരുന്ന്. മരുന്ന് കൊണ്ട് മാറുന്നതാണോ ദേവിയുടെ കോപം? അതല്ല. എന്നാളെ മിണ്ടാണ്ടിരിക്കേ. ചോറ്റാനിക്കര ഭജന ബാലൻ ഒറ്റയ്ക്ക് മതിയോ? അതിപ്പോ ബാലവാൻ ഒന്നും ചാവുന്നതാണ്. അവരുടെ കുട്ടിക്ക് ഒന്നും ഇഷ്ടമാണല്ലോ. പിന്നില് ചോറ്റാനിക്കരയ്ക്ക് നീയും കുട്ടികളും കൂടി പോണമെന്നാ പണിക്കര് പറയണത്. അവിടെ പഴം സുഖല്ലേ? മുറി വാടകയ്ക്ക് കിട്ടും. 41 ദിവസം കുളിച്ചു വിടാം. പിന്നെ നേരം കുറെ ആണെങ്കിൽ ഭ്രാന്തന്മാരുടെ പാട്ടും കളിയും കൊടുക്കും. എങ്ങാരാ എങ്കിൽ ഞാനും പോവാം. അവൾക്കൊരു കൂട്ടുമായല്ലോ. നിങ്ങൾക്കൊന്നും മിണ്ടാണ്ടിരിക്കാവോ? ബാല, എന്റെ തലയിൽ ഈ ശാപം കെട്ടിവെച്ച് ഇറങ്ങും അല്ലേ? എന്നെ ഭ്രാന്തനാക്കി ചങ്ങലക്കിട്ട് പൂട്ടിയാലേ എല്ലാവർക്കും തൃപ്തിയാവും അല്ലേ? എന്നിട്ടോ നേരെ തന്നെ ഇവിടെ കണ്ടുപോലും. നിങ്ങൾക്കൊക്കെ എന്താ ഇവിടെ കാര്യം? ബാല, ബാലൻ ഭ്രാന്തില്ല വല്യമ്മ. Superstitious.
മാറ്റം കണ്ടോ? Hey, Oh, difference come is because you on. people are acting different. Yeah. അവന്റെ ശബ്ദം ഉയർന്നിട്ടില്ല. എന്താ രണ്ടുപേരും ഒറ്റയ്ക്ക്? എന്റെ കുട്ടി എന്തിനാ കരയണേ? എന്ത് പറ്റി? അമ്മയോട് പറ. എന്തിനാ മോൾ വിഷമിക്കണേ? എന്താ കാര്യം? പറ. എല്ലാരും പറയുന്നത് ശരിയാണോ? ചന്ദ്രനത്തിന് ഭ്രാന്തുണ്ടോ? That's bad, yeah. That's pure torture. ഇവിടെ ആർക്കെങ്കിലും ഭ്രാന്തില്ലാന്നുണ്ടെങ്കിൽ അത് വലിയത് മാത്രമാ. ബാക്കി അല്ല, ഇതിൽ പങ്കില്ലാത്ത രണ്ട് പേരെ ഉണ്ടാവും. ഞാനും സുഹൃത്തായി. സന്തോഷം. ആശ്വസിക്കാം നിങ്ങൾക്ക്. വേണമെങ്കിൽ 4 പേരോട് പറയുകയും ചെയ്യാം. ഏതൊക്കെയും നിങ്ങൾ കൂട്ടു നിൽക്കുന്നതാണ് എനിക്ക് മനസ്സിലാകാം. ഇവർക്കൊക്കെ എന്തെങ്കിലും ന്യായീകരണമുണ്ട്. പഴയ തലമുറ, വിശ്വാസം. ഏതൊക്കെയോ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? വല്യമാവ് എതിർക്കണം, അമ്മ എതിർക്കണം. അവരുടെ വിശ്വാസങ്ങൾ എതിർത്ത് തോൽപ്പിക്കാൻ ആശയില്ല എനിക്കല്ല. വന്നു കയറി പെണ്ണാണ് ഞാൻ. നീയൊക്കെ അടുക്കളപ്പുറങ്ങളിൽ ഒറ്റവെച്ച മതി. അവസരം നഷ്ടപ്പെടുന്നത് എനിക്ക് എന്റെ കുട്ടികൾക്കുവാ. എല്ലാരും കൂടി എന്റെ കുഞ്ഞിനെ നശിപ്പിക്കും. അവനെ ശ്രീധരന്റെ മുറിയിൽ അടയ്ക്കേണ്ടി വന്ന പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാതെ ഞാൻ പറയണം. ഈ പൂജ ഓരോ ദിവസം ചെല്ലുതോറും അവന് മാറ്റമുണ്ട്. അതിനുള്ളില്ല. ബാലകൻ ആദ്യം വേണ്ടത് ഇത്തിരി സ്വസ്ഥത. അത് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? He's right. അല്ലെങ്കിൽ ശ്രീരാമന്റെ മുറി ഒരുക്കി വെച്ചു. പക്ഷെ അന്ന് ഈ വീട്ടില് ഗോപി ഉണ്ടാവില്ല. He went to work. Don't tell me अभी अभी डाउट करने लगा है. मुझे भी लग रहा है. ആരാ? ആരാ? नहीं अभी इसको भी सब डाउट आएगा इसको इधर. ആരാണ്? ഭരത. ഇത് ഞാനാ, ഗോപി. ഭരത. ഉറക്കം വരുന്നില്ല. അതുകൊണ്ടാ.
Oh, No, no. no, 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 no. ബാലേട്ടന്റെ മനസ്സിലുണ്ട് കുറെ അന്ധവിശ്വാസങ്ങൾ, അതൊന്നും മാറ്റിയെടുക്കാനാ. പിന്നെ ഇപ്പൊ വേണ്ടത് ഇവിടെ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. Yeah, നമുക്ക് actually. കാണാം. അവനാവുമ്പം അന്യമല്ലല്ലോ. എന്താ ബാലേട്ടന് എന്നെ ഓർമ്മയില്ല. Oh, actually, they need to get out Yeah, from but this place. कितना Yeah. self doubt create कर दिया है. See, everyone is behaving like he is mad. But A he person is will get not. angry now. People say he's changed now. Arey, you are torturing him. He will of course change. Now that mother hit the kid. Now you're not calling the mother mad. She also No, changed, she right? also changed. Yeah, So this is obviously. wrong. How superstitious. But Man. this is like I'm loving this movie. Yeah, I love the acting of every he character and yeah. everything. Because if you see that the other guy also, which was mad. What if they have created something Same like thing. same Same चीज thing. इधर भी हो रहा है यार. They need Same thing. to. अभी वो Okay. किसी को मारेगा वारेगा तो बोलेंगे पागल हो गया इसलिए मारा. Okay, let's see. But the acting and everything is very good. Cool. So guys, meanwhile, do like, subscribe, Share, comment, click on the bell icon.